കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു സാക്ഷ്യത്തോടു കൂടെയാണ് നമ്മുടെ ചിന്ത ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പ്രിയ പാസ്റ്റർ, എൻ്റെ പേര് ഷൈനി രാജൻ. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാടാണ്. ഞാനിത് എഴുതുന്നത് കഴിഞ്ഞ 2023 മുതൽ വിദേശത്തേക്ക് പോകുവാനായി ട്രൈ ചെയ്യുകയാണ്. പല ഇൻ്റർവ്യൂകളും ഞാൻ അറ്റൻഡ് ചെയ്തു, എന്നാൽ എനിക്കൊരു ജോലി ലഭിച്ചില്ല. ഞാനൊരു BSc നേഴ്സാണ്. നാട്ടിൽ പ്രൈവറ്റ് സ്ഥാപനത്തിൽ തുച്ഛമായ വരുമാനത്തിലായിരുന്നു ജോലി ചെയ്തു വരുന്നത്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളതിനാൽ ആ പേരിൽ ഏതാണ്ട് 18 ലക്ഷം രൂപ വിവിധ ഏജൻസികൾക്കായി കൊടുത്ത് നഷ്ടത്തിലായ കഥയാണ് എൻ്റെ മുമ്പിലുള്ളത്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മാസം എൻ്റെ കയ്യിൽ UK പോകാനുള്ള ഒരു വേക്കൻസി കൂട്ടുകാരി വഴി ലഭിച്ചു. എൻ്റെ കൂട്ടുകാരി പറഞ്ഞതനുസരിച്ച് ഞാൻ അതിനു വേണ്ടി അപ്ലൈ ചെയ്തു. എന്നിട്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കാരണം എൻ്റെ ഭർത്താവ് ഇവിടെ ഒരു പ്രൈവറ്റ് ബാങ്കിലെ ജോലിക്കാരനാണ്. വലിയ വരുമാനമൊന്നുമില്ല. ഈ കൂട്ടത്തിൽ എന്നെ പുറത്തു വിടുവാനായി പലപ്പോഴായി പലരുടെ കയ്യിൽ നിന്നും കടമെടുത്ത പൈസ തിരികെ കൊടുക്കാനുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളൊരു ചെറിയ വീടും വെക്കുവാൻ ഇടയായി. അതിൻ്റെ ബാങ്ക് ലോണും ഞങ്ങളുടെ മേൽ കിടക്കുന്നു. ഒരു മാസം പലിശ കൊടുക്കുവാനും ബാങ്കിലെ പൈസ അടയ്ക്കാനും നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. ഓരോ ദിവസവും തള്ളി നീക്കാൻ ഞങ്ങൾ രണ്ടുപേരും പ്രയാസപ്പെടുന്നു. രണ്ടുപേർക്കും ജോലിയുണ്ട്. പുറത്തു നോക്കിയാൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ വീടിനകത്ത് ദാരിദ്ര്യവും ഞെരുക്കത്തിൻ്റെ കഥകളും മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. വളരെ പ്രയാസത്തിൽ കൂടെ പോകുമ്പോഴും ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ദിവസവുമുള്ള ദൈവിക വചനങ്ങൾ ഞങ്ങളെ ചൈതന്യപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ റെന്നിയുടെ ഒരു മെസ്സേജ് ഗ്രേസ് TV കൂടെ കേട്ടത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും അത് പേപ്പറിൽ എഴുതി പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ മെസ്സേജ്. ആ മെസ്സേജിന് ശേഷം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ഈ വചനത്തിൻ്റെ ശക്തി, ഈ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു പേപ്പർ എടുത്ത് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതിലെഴുതി. ദൈവദാസൻ ആ മെസ്സേജിൽ കൂടെ പറഞ്ഞതുപോലെ രാവിലെയും വൈകിട്ടും ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ചിരുന്ന് കൈ കോർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ആ പേപ്പർ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രാർത്ഥന ഞങ്ങൾ ആഴ്ചകൾ കൊണ്ടു നടന്നു. സന്തോഷത്തിനായിട്ടും ദൈവനാമ മഹത്വത്തിനായിട്ടും പറയട്ടെ, ഇന്നലെ എൻ്റെ UK പോകാനുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. ദൈവകൃപയാൽ ഞാൻ പാസ്സായി. പല നാളുകൾ, പല മാസങ്ങൾ, പല തരത്തിലുള്ള രക്ഷപ്പെടലിന് വേണ്ടി ഞാൻ അനേക വാതിലുകൾ മുട്ടി പണം ചെലവാക്കി ഞാൻ മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ്. ആ സന്ദേശം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. പ്രാർത്ഥിച്ച പാസ്റ്റർക്കും ടീമിനും എൻ്റെ പ്രാർത്ഥനയും നന്ദിയും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സാക്ഷ്യമാണ് എൻ്റെ വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അയച്ചത്. തിരുവനന്തപുരത്ത് ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഷൈനി രാജൻ എന്ന് പറയുന്ന സഹോദരിയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കാനിടയായല്ലോ. ചില ആഴ്ചകൾക്ക് മുമ്പ്, ചില ദിവസങ്ങൾക്ക്, ആഴ്ചകൾക്ക് മുമ്പ് പ്രാർത്ഥനയെപ്പറ്റി പ്രസംഗിക്കുവാൻ കർത്താവ് എനിക്ക് നിയോഗം നൽകി. ആ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവവചന ധ്യാനം നടത്തുമ്പോൾ എന്നെ ഏറെ ആകർഷിക്കുകയും ദൈവം എന്നോട് സംസാരിക്കുകയും ചെയ്ത അന്നത്തെ ടോപ്പിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിലുള്ള ശക്തി എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഏറെ സമയം പ്രാർത്ഥിക്കുകയും ഏറെ സമയം ദൈവവചന ധ്യാനത്തിന് വേണ്ടി രാത്രിയും പകലും ഞാൻ എടുക്കാനിടയായി. ആ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും പരിശുദ്ധ ആത്മാവ് സംസാരിച്ച ദൂതാണ് ഞാൻ ആ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാൻ അതിന് ടൈറ്റിൽ ഇട്ടിരുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി
അത് ചുരുട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ അത് കേട്ടു. ഈ സഹോദരി ചെയ്തത് ആ പ്രാർത്ഥനയുടെ മുമ്പിൽ ആ പ്രസംഗം, ആ വാക്കുകൾ അവൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതേപോലെ അവൾ അത് ചെയ്തു. ചെയ്തതിനകത്തല്ല അതിനകത്ത് പ്രസക്തി ഇരിക്കുന്നത്, അവൾ യേശുവിനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഞാൻ യേശുവിനെ വിശ്വസിച്ചാൽ, ദൈവസന്നിധിയിൽ ഞാൻ കരഞ്ഞാൽ ദൈവം എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി തരും എന്ന് അവൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവം മറുപടികൾ കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിൻ്റെ പക്കൽ നിങ്ങൾ കൊടുക്കുക. അപ്പോസ്തലനായ പൗലോസും ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മൾ മനുഷ്യരോട് പറഞ്ഞും മനസ്സ് തകർന്നും ക്ഷീണിച്ചും നമ്മുടെ വിഷയങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടും പിറുപിറുത്തും പല്ല് കടിച്ചും മുടി വെച്ചിപ്പറിച്ചും പരാതി പറഞ്ഞ് ജീവിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം വ്യത്യസ്ത നിലയിൽ നമ്മൾ ഇടപെടും. ചിലപ്പോൾ ദൈവം നമ്മുടെ ജോലി എടുത്ത് കളഞ്ഞെന്നിരിക്കും. ചിലപ്പോൾ ദൈവം നമ്മളെ ദാരിദ്ര്യത്തിൽ കൂടെ കടത്തിയെന്നിരിക്കും. ചിലപ്പോൾ ദൈവം നമ്മുടെ എല്ലാ വഴികളും 4 വഴികളും അടച്ചെന്നിരിക്കും. ദൈവം അങ്ങനെ ചെയ്യുമോ? തീർച്ചയായും. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നാം എത്തിച്ചേരാൻ, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ ആയിത്തീരാൻ ദൈവം നോക്കുമ്പോൾ നമ്മളാകുന്നില്ലെങ്കിൽ നമ്മളെ ആ പരീക്ഷണങ്ങളിൽ കൂടെ, കഷ്ടതയിൽ കൂടെ കടത്തിവിടും. എന്നാൽ ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തിരുവനന്തപുരത്തെ ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്തെ ആ സിസ്റ്റർ ഷൈനിക്ക് ദൈവം കൊടുത്ത വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യും. ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ അതിന് ഒരു വാക്യം പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ള ദൈവിക ദൂതാണ്, ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകർക്കുള്ള ദൂതാണ്. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, അത് നിങ്ങൾക്ക് കിട്ടിയേക്കും എന്നല്ല, തന്നേക്കും എന്നല്ല, നോക്കാം, ആലോചിക്കാം എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾക്കത് കിട്ടും. ഈ സിസ്റ്റർ ഷൈനിക്ക് ദൈവം കൊടുത്ത ജോലി പോലെ അവൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ ആ സഹോദരിയുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ആ സമയത്ത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പാസ്റ്ററെ, 2023 മുതൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി. ബോംബെ പോയി, കർണാടകയിൽ പോയി, ഡൽഹിയിൽ പോയി, പൈസ ഒത്തിരി പോയി. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണം, ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ലോൺ എടുത്തിട്ടുണ്ട്, പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്, സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, സ്വർണം പണയം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടും ഒരു വഴി തുറന്നില്ല. എന്നാൽ ആ സന്ദേശം ആ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി. എനിക്കിത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതാണ് എൻ്റെ പ്രേക്ഷകരോട് അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ ഈ കത്ത്, അല്ലെങ്കിൽ അവൾ വാട്സപ്പിൽ എഴുതിയത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ദാരിദ്ര്യം വിതയ്ക്കുവാൻ, കടം വരുത്തുവാൻ, ജീവിതം അനുഗ്രഹപൂർണമാകാതെ ഇരിക്കാൻ പിശാചിന്റെ പദ്ധതികൾ ആ വീട്ടിൽ കൊണ്ടുവന്ന. എന്നാൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പേപ്പറിൽ എഴുതുക, അത് കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസം അവൾ ഏറ്റെടുത്തു, വിശ്വസിച്ചു. ദൈവം അത് നീതിക്കായി കണക്കിട്ടു. ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നില്ലേ, സാറ വിശ്വസിച്ചു, പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടിട്ടും എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അവർക്ക് ആരോഗ്യമില്ല, ഗർഭപാത്രം ചുരുങ്ങി, രക്തധമനികൾ ചുരുങ്ങി, ബ്ലഡ് സർക്കുലേഷനൊക്കെ വേണ്ട പ്രവർത്തനമൊന്നും നടക്കുന്നില്ല, കാരണം പ്രായം ഒത്തിരിയായി. പക്ഷെ ആ ശരീരത്തിൽ, ആ ഗർഭപാത്രത്തിനകത്ത് ഒരു ഇസഹാക്കിനെ കൊടുക്കാൻ, അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന അവൾ വിശ്വസിച്ചു. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം നിങ്ങൾ നോക്കണം. പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടിട്ടും ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല, എന്നിട്ടും അവിടെ ഗർഭപാത്രത്തെ ബലപ്പെടുത്തിയിട്ട് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലും വാഗ്ദത്തം നിറവേറ്റി
ഒരു തലമുറയ്ക്ക് ജന്മം കൊടുത്ത് ആ കുഞ്ഞിന്റെ നന്മ കാണാൻ ആ അമ്മയ്ക്ക് ദൈവം ഇടയാക്കിയത് അവൾ ദൈവത്തിലുള്ള വിശ്വാസമാകട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറയാം, ദൈവത്തിന്റെ വചനം നിങ്ങളിലും, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഇടയിലും വസിച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ വസിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഈ വചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഇവിടെ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ വായിക്കുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പോൾ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളിൽ വസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. ഈ സഹോദരിയുടെ ഉള്ളിൽ യേശുവിന്റെ വചനം പ്രവേശിച്ചു. അവൾ യേശുവിൽ വിശ്വസിച്ചു. യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്നും ഇന്നലകളിലെ നഷ്ടങ്ങൾ ദൈവം മാറ്റുമെന്നും വിശ്വസിച്ചിട്ട് അവൾ ദൈവസന്നിധി കുടുംബമായി പ്രാർത്ഥിച്ചു. നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ചേർന്ന് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് കരം കോർത്ത് വെച്ച് പ്രാർത്ഥിക്കൂ. ഇതേ കണക്ക് പേപ്പറിനകത്ത് എഴുതി വെച്ച് അത് കൈവച്ച് നിങ്ങളൊന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്കൂ. അതിൻ്റെ മേലൊന്ന് സ്തോത്രം 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും സ്വർഗത്തിലെ ധനത്തിന് ഒത്തവണ്ണം തീർത്തു തരുന്ന കർത്താവ് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കത്തക്ക നിലയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതേ കണക്കുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും ഇനിയും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക. ഈ മെസ്സേജുകളൊന്നും വെറുതെ വരുന്നതല്ല, ഇതിൻ്റെ പുറകിൽ ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ട് മുടങ്ങാതെ കേൾക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കും. ആര്യനാട് ഉള്ളതായ ഷൈനിക്ക് വേണ്ടി കർത്താവ് വഴികൾ തുറന്നതുപോലെ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ദൈവം വഴികൾ തുറക്കും. അതുകൊണ്ട് വിശ്വസിക്കുക, ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തുവിനോടുകൂടെ ആയിത്തീരുക, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരിക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവാം ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു. ആ സഹോദരിക്ക് കൊടുത്ത വിടുതലിനും ആ സഹോദരിക്ക് കൊടുത്ത വാതിലിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആയിരക്കണക്കിന് ജനമുണ്ടപ്പാ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ വാതിൽ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടുമാറാകട്ടെ. ഇനിയും സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ കർത്താവേ. ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ ഈ ചാനലിൽ കൂടെ സാക്ഷ്യം പറയത്തക്ക നിലയിൽ ഇവരുടെ എല്ലാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണം. വിവാഹം നടക്കണം, ജോലി കിട്ടണം, കടം മാറണം. ദൈവമേ, അത്ഭുതങ്ങൾ സംഭവിക്കണം, രോഗസൗഖ്യമുണ്ടാകണം, അനേക മിറക്കിളുകൾ സംഭവിക്കട്ടെ. അനേകര് സാക്ഷ്യത്തിനായി മുമ്പോട്ട് വരട്ടെ കർത്താവേ. ദൈവത്തിന്റെ പദ്ധതിക്കായി സ്തോത്രം. സിസ്റ്റർ ഷൈനിക്കും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്രകൾ തുടർന്നുള്ളതായ കാര്യങ്ങൾ എല്ലാം ദൈവം സഫലമാക്കണം, അനുഗ്രഹിക്കണം, കുറവുകൾ തീർക്കണം, ബന്ധനങ്ങൾ അഴിക്കണം, ദൈവിക പദ്ധതി കൊണ്ട് നിറയ്ക്കണം. കർത്താവ് കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ആമേൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.